അങ്ങനെ നമ്മുടെ ഒരു സ്പെഷ്യൽ മിനി വ്ളോഗാണ് ഇന്ന്. നമ്മുടെ 5ാം മാസത്തെ സ്കാനിങ് ആണ്, അനോമലി സ്കാനിങ് ആണ്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പൊന്നൂസിനോട് ആക്കിയിട്ടാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു ക്ലിനിക്കിലാണ്. അതായത് ഡോക്ടർ പ്രൈവറ്റായിട്ടൊരു ക്ലിനിക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ മാത്രം നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി കാണാം. അങ്ങനെയാണ് നോർമലി ഉള്ള സ്കാനിങ് ഒക്കെ നമ്മുടെ ഡോക്ടർ തന്നെയാണ് ചെയ്യണതെങ്കിലും എസ്പെഷ്യലി വരുന്ന സ്കാനിങ് ഒക്കെ ഉണ്ടല്ലോ, ഈ 3ാം മാസത്തെ സ്കാനിങ്, 5ാം മാസത്തെ സ്കാനിങ് ഒക്കെ നമ്മൾ പുറത്താണ് ചെയ്യുന്നത്. പുറത്ത് സ്കാൻ സെൻറ്ററിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാനിങ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോർമലി ഇപ്പോൾ 3ാം മാസത്തെ സ്കാൻ ചെയ്തത്. ഇപ്പം 5ാം മാസത്തേയും ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ എന്നെ അവിടെ ഇറക്കിയിട്ട് പാർക്ക് ചെയ്യാൻ പോയിട്ട്. അപ്പോൾ ഞാൻ അകത്ത് ചെന്നിട്ട് എന്താ പറയുക, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. വേറെ ഒന്നല്ല, ഒരു ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ബ്ലഡ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നു. ഇവിടെ നിന്ന് സ്കാനിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഡോക്ടറെ കാണാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചേട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ചേട്ടൻ പാർക്ക് ചെയ്ത് വന്നു. അപ്പോൾ വേറെ ഒന്നല്ല, ഫില്ല് ചെയ്യാനൊന്നല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുക. ഈ സ്കാനിങ്ങിന് മുന്നുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ചേട്ടൻ അത് വായിച്ച് നോക്കി, ചേട്ടൻ സൈൻ ചെയ്തു. അതുപോലെ ഞാനും വായിച്ചു, ഞാനും സൈൻ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കണ ആ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് വിളിച്ചു എൻ്റെ പേര്. അതോടുകൂടി ഞെട്ടി പെട്ടെന്ന് പോയി. അതുകൊണ്ട് തന്നെ കയറിപ്പോണ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കയറി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്കാനിങ് ആണ് നമ്മുടെ 5ാം മാസത്തെ സ്കാനിങ് എന്ന് പറയുന്നത്. അവിടെ എല്ലാ ഭാഗങ്ങളും ഓർഗൻസൊക്കെ കറക്റ്റായിട്ട് നോക്കണമെന്നു. അപ്പോൾ എല്ലാം ഡോക്ടർ നോക്കി, എല്ലാം എനിക്ക് കാണിച്ചു തന്നു. കുഴപ്പമില്ലാന്ന് സ്കാൻ ചെയ്ത ഡോക്ടറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സന്തോഷമായി. അവിടെ മുഖമൊക്കെ കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി. 10 മിനിറ്റുള്ളിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിലും ചെറുതായിട്ടൊക്കെ അവിടെ രൂപങ്ങളൊക്കെ കാണുന്നൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ കണ്ടു, ഓക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വളരെ സന്തോഷമായി ഇതൊക്കെ കണ്ടോടുകൂടി. അപ്പം നമ്മുടെ അനോമലി സ്കാനിങ്ങിൻ്റെ വിശേഷം ഇത്ര ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ഓരോ പാർട്സാണ് നമ്മുടെ ഈ ഭാഗത്തിൽ കാണുക കേട്ടോ.